അഡ്വക്കേറ്റ് സി കെ നജാഫ് മറുപടി നൽകാം. ഇതിൽ കുറ്റവാളിയല്ലാത്ത, ഇതിൽ മർദ്ദനത്തിൽ പങ്കില്ലാത്ത പോലീസുകാരന്റെ പേരാണോ നിങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞത്? പറയാം സ്മൃതി. അതിൽ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ സംഭവ സ്ഥലത്ത് ഇന്ന് പുറത്തുവിട്ട വീഡിയോയിലെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഷാഫി പറമ്പിൽ നേതാക്കന്മാരും പേരാമ്പ്രയിൽ വെച്ച് ഈ ഇഷ്യൂ നടക്കുന്ന സന്ദർഭത്തിൽ പോലീസുമായി നടത്തിയ ഇഷ്യൂ നടന്നിരിക്കുന്ന സംവാദത്തിൽ എന്താ നടന്നതെന്നാണ്. അത് UDF പ്രവർത്തകന്മാരും പോലീസുകാർക്കിടയിൽ എന്ത് റോളാണ് എടുത്തത് എന്നാണ്. അതിന് വ്യക്തമാവുന്ന ഒരു സീൻ ഇന്ന് ഷാഫി പുറത്തുവിട്ട വീഡിയോയിലുണ്ട്. ഇതിൽ അപകടകരമായ ഒന്നും ഉണ്ടാവരുത്, പിരിഞ്ഞു പോവേണ്ടതാണ്, പ്രയാസങ്ങൾ നമ്മൾ പിന്നീട് പരിഹരിക്കപ്പെടും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ നിയമപരമായി നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് കൃത്യമായി ആ പ്രശ്നത്തെ പൂർണ്ണമായി പരിഹരിക്കാനുള്ള ഒരു MP-യുടെ റോൾ എടുക്കുന്ന ചിത്രങ്ങൾ കൃത്യമായി ഇന്ന് പൊതുസമൂഹം കാണുകയാണ്. അതിൽ ഒരു ഉത്തരം സമൂഹത്തിന് കിട്ടിയിരിക്കുന്നു. ഷാഫി പറമ്പിലും UDF നേതാക്കന്മാരും പോലീസുകാരുടെ സമീപനത്തിൽ തിരിച്ച് പ്രതികരണം എന്ത് നടത്തി, ആ സംഭവത്തിൽ എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചത് എന്നതിൻ്റെ തെളിവായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലുള്ള പരിക്ക് വ്യാജമെന്ന ആരോപണം. ആ ആരോപണത്തിൽ കൃത്യമായി മറുപടി നൽകുന്ന ഒരു പിക്ചർ നമുക്ക് മുമ്പിലുണ്ടായി. അദ്ദേഹത്തിന് ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ഓഫ് ബോൺ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രജ്ഞ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള പരിശോധനയ്ക്കും ശേഷം അദ്ദേഹം ഈ സമൂഹത്തെ മുന്നിൽ വന്ന് കാണുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏൽപ്പെട്ട എല്ലാ പരിക്കിൻ്റെയും പ്രശ്നങ്ങളുടെയും പരിഹാരം കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് സമൂഹത്തോട് മുമ്പിൽ വന്ന് എനിക്കുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി അയാൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, സമൂഹത്തിന് മുമ്പിൽ ഇഷ്യൂ നടക്കുമ്പോൾ, ഒരു സംഭവ സ്ഥലത്ത് ഒരു ഇൻസിഡൻസിൽ ഇഷ്യൂ നടക്കുമ്പോൾ വ്യത്യസ്തമായ വാദങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ ദൃക്സാക്ഷിയായി എന്നെ അടിച്ചത്, എന്നെ ആക്രമിച്ചത്, എന്നെ അപകടപ്പെടുത്തിയ ആൾ ആരെന്ന് ഞാൻ നേരിട്ട് കണ്ടു. ഇന്നയാളാണ് അടിച്ചത്, എന്നെ ആക്രമിച്ച ആൾ ഇന്നയാളാണ്, ആ ആളെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അദ്ദേഹം അഭിലാഷ് ഡേവിഡാണ് എന്ന് MP കൃത്യമായി സമൂഹത്തിന് മുമ്പിലേക്ക് വന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വാദത്തിന് പ്രസക്തിയില്ല. അപ്രസക്തമായ എല്ലാ വാദം തള്ളിക്കളഞ്ഞ് MP പറയുന്ന വാദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ ഇനി എന്ത് നടപടിക്രമമാണ് സ്വീകരിക്കേണ്ടത്? ഇത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൽ ഇനി പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇനി പ്രൈവറ്റ് കംപ്ലയിൻറ്റ് എടുക്കാനേ വാദം കഴിയുള്ളൂ. എന്നാൽ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി MP-ക്ക് പോലും ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ MP-ക്ക് പോലും ഈ അർത്ഥത്തിലാണ് ഇടപെടലെങ്കിൽ നമ്മളിന് മുന്നോട്ട് പോക്കിന് സ്വമേധയാ നമ്മൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു ഗതികേടാണ്. അതാണല്ലോ നമ്മൾ കണ്ടത്. ഇന്ന് എന്തുകൊണ്ടാണ് MP നേരിട്ട് ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വന്ന് പറഞ്ഞ് എന്നെ അടിച്ച ആൾ ഇന്നയാളാണെന്ന് പറയേണ്ടി വന്നത്? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പോലീസ് ആരാണെന്ന് നോക്കൂ. നിങ്ങൾ തുടക്കം മുതൽ നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം പോലീസുകാർ പറയുന്നു ഇതിൽ ഒരടിയും നടന്നിട്ടില്ല, പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഉണ്ടായിട്ടില്ല എന്ന്. അതേ വാദം LDF കൺവീനർ പറഞ്ഞു, MLA പറഞ്ഞു, ആണല്ലോ. എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ റൂറൽ SP പറയുകയാണ് അക്രമം നടന്നിട്ടുണ്ട്, ചില പോലീസുകാരുടെ ഇടപെടൽ അതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അവിടെ അപകടമുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ കരുതിക്കൂട്ടി MP-യും നേതാക്കന്മാരും പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന വാദം ഉണ്ടായി. പിന്നെ DYFI അതിന് പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ഘട്ടമുണ്ടായി. എന്ന് പറഞ്ഞാൽ CPM നേതാക്കന്മാരുടെ, DYFI നേതാക്കന്മാരുടെയൊക്കെ വാദങ്ങൾക്ക് അനുസൃതമായി പോലീസിൻ്റെ വാദങ്ങളും മാറുന്ന ഘട്ടങ്ങൾ ഓരോന്നോരോന്നും നമ്മൾ കാണാൻ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോക്കിന് നമുക്ക് പോലീസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല, വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് നമ്മൾ സ്വമേധയാ അന്വേഷിക്കുകയാണ്. ഷാഫി പറമ്പിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ് ഇതിൽ പോലീസുകാരല്ല, പോലീസുകാരിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണ്ടകളായി നിർണയിക്കപ്പെടുന്ന ആളുകൾ കൃത്യമായി കൊണ്ടുവന്ന് അപകടപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണ്. എന്തിനു വേണ്ടി? അതിൻ്റെ കാരണമാണ് ഒന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം LDF-ന് അനുകൂലമല്ല, പോലീസിന് അനുകൂലമല്ല. ഈ സാഹചര്യത്തിൽ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സർക്കാരിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാവുമെന്നൊരു വിഷയമുണ്ട്. മറ്റൊന്ന്, വടകര പോലുള്ള CPM-ൻ്റെ മേഖലകൾ, ആ മേഖലയിൽ ഷാഫി പറമ്പിൽ എന്നതുപോലെ UDF നേതാക്കന്മാർക്കുള്ള സർവാംഗീകാരം അത് ഭയപ്പെടുന്നുണ്ട്. ഷാഫി പറമ്പിലെ പ്രത്യേകമായി ഭയപ്പെടുന്നുണ്ട്. ആ ഭയം മുന്നിൽ കണ്ട് കൃത്യമായി ഒരു വിഷയത്തെ വഴിതിരിച്ചു വിടാൻ, പിന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനുള്ള വളരെ പ്ലാൻഡായ ഘട്ടമാണ് നമ്മൾ കണ്ടത്. അതിനൊക്കെയും പിറകിൽ നിന്ന് ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞത്, അതുകൊണ്ടാണോ നജാഫ് ഇപ്പോൾ നിങ്ങൾ 4 ദിവസത്തിനകം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു? പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിയേണ്ട എന്നതുകൊണ്ടാണോ നിങ്ങൾ ആ പ്രതിഷേധവും പ്രക്ഷോഭവും വേണ്ടെന്ന് വെച്ചത്?
ഇതിൽ നോക്കൂ നിങ്ങൾ, ഷാഫി പറമ്പിൽ തുടക്കത്തിൽ തന്നെ ഈ വിഷയം അടികൊണ്ട് നിൽക്കുന്ന റോഡിൽ നിന്ന് ചോര ഉതിർന്ന് വീഴുന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞു, ഞാനല്ല ഇവിടെ വിഷയം, ഇത് കരുതിക്കൂട്ടി പ്ലാൻഡ് ആണ്, ഇത് സംഘർഷം ഉണ്ടാക്കി നമുക്കിടയിൽ വാർത്തയുണ്ടാക്കാനുള്ള ശ്രമമാണ്, തിരിച്ചുവിടാനുള്ള ശ്രമമാണ്, ഇത് നമ്മൾ ഈ രൂപത്തിൽ കണ്ടുപോകരുതെന്ന് രാഷ്ട്രീയപരമായുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് ആ ഘട്ടത്തിലും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു സംശയം വേണ്ട, ഷാഫി പറമ്പിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനുഷ്യരുടെ വികാരമായി ചേർത്ത് വെക്കുന്ന ലീഡറാണ്, MP ആണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ UDF ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ കൂടെയുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, അതിനപ്പുറത്ത് ഈ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ശബരിമല ഇഷ്യൂ അടക്കമുള്ള എല്ലാ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങളുടെ മടിയില്ലാതെ പോവും, പോരാട്ടം തുടരും. ഇതിൽ പ്രൈവറ്റ് കേസാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാലോ, MP-ക്ക് അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. എന്തൊക്കെ ഉണ്ടെങ്കിലും CPM ആഗ്രഹിച്ച വടകര പ്രദേശമായാലും കണ്ണൂരായാലും അതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യുകയും ഈ ഒരു വാർത്ത കൊണ്ടും മറഞ്ഞു പോകുന്ന ഒരു ഘട്ടമായി ഇതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ അനുവദിക്കില്ല. അതിനുവേണ്ടി ആരും വെള്ളം വെക്കേണ്ടതില്ല. ശരി, തിരിച്ചെത്താം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.